വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചെറുപുഴ യൂണിറ്റ് സംഘടിപ്പിച്ച വ്യാപാരോത്സവത്തിലെ ബമ്പർ സമ്മാന വിജയി മായ ബാബുവിന് കാർ സമ്മാനിച്ചു. ഈ മഹനീയ മുഹൂർത്തത്തിന് സാക്ഷികളായ നമ്മൾ എല്ലാവരും കൈയടിച്ചുകൊണ്ട് ഈ ചടങ്ങിന് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. ഈ ഏകോപന സമിതിയുടെ നറുക്കെടുപ്പ് ലഭിച്ച ഈ മാരുതി ആൾട്ടോ കാർ വിജയികളുടെ ജീവിതത്തിന് മുതൽക്കൂട്ടാവട്ടെ, അനുഗ്രഹമാവട്ടെ, അവർക്ക് ഭാവിയിൽ ഉന്നതിയിലേക്കുള്ള കൈത്താങ്ങാവട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈ ചടങ്ങ് നിർവഹിച്ച ആരാധ്യനായ കാസർഗോഡിന്റെ രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്തു. റോയ് ആന്ത്രോത്ത് അധ്യക്ഷനായി. ചടങ്ങിൽ വെച്ച് വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ജില്ലാ പ്രസിഡന്റ് ദേവസ്യ മേച്ചേരി അനുമോദിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് KF അലക്സാണ്ടർ, ATV രാജേഷ്, ബിന്ദു ജേക്കബ്, റോയ് ജോസ്, ജിൻഡോ ജോയ് എന്നിവർ സംസാരിച്ചു. 24 ദശലക്ഷം ആളുകളാണ് ആ വ്യാപാരമേള കാണാനെത്തിയതും ആ വ്യാപാരമേളയിൽ പങ്കെടുത്തത് എന്ന് പറഞ്ഞാൽ കേരളമടക്കം ഇന്ത്യ അടക്കം ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും 6 മാസക്കാലം നീണ്ടുനിന്ന വ്യാപാരമേളയിൽ പങ്കെടുത്ത് വ്യാപാരമേള വിജയിപ്പിക്കാനും വ്യാപാര മേഖലയിലൂടെ പ്രദർശിപ്പിച്ച വസ്തുവകൾ വാങ്ങാനുമൊക്കെ ദുബായിൽ പോകുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഇതിന് പ്രധാനമായും 3 കാര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. ഒന്ന്, നമ്മുടെ നാട്ടിലെ ഉൽപ്പന്നങ്ങളെക്കുറിച്ച് ജനങ്ങളിൽ അവബോധമുണ്ടാക്കുക. അപ്പോൾ ഇത്തരം വ്യാപാരമേളകൾ വ്യാപാര രംഗത്ത് വിജ്ഞാനപ്രദമായ അറിവ് പകരുക. രണ്ട്, ഈ വ്യാപാരമേള നടക്കുന്ന സ്ഥലങ്ങളിൽ വിജ്ഞാനത്തോടൊപ്പം തന്നെ വിനോദം. വൈകുന്നേരമാകുമ്പോൾ കുടുംബാംഗങ്ങൾ മുഴുവൻ ഈ വ്യാപാരമേളയിൽ വരിക, ആ മേളയിൽ പങ്കെടുക്കുക. കലാപരിപാടികളുണ്ട്, അതുപോലെ തന്നെ മറ്റ് വിജ്ഞാനപ്രദമായ കാര്യങ്ങൾ പങ്കെടുക്കുക. അപ്പോൾ വിജ്ഞാനം, വിനോദം, വിപണനം, ഇങ്ങനെ 3 കാര്യങ്ങൾ ലക്ഷ്യമിട്ടിട്ടാണ് വ്യാപാരമേളകൾ സംഘടിപ്പിക്കുന്നത്. ഇനി വ്യാപാരമേള സംഘടിപ്പിക്കാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. ഇന്ന് നമ്മൾ ഇൻ്റർനെറ്റ് യുഗത്തിലാണ് ജീവിക്കുന്നത്. ഇൻ്റർനെറ്റ് യുഗത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ശാസ്ത്രം വളരെയധികം പുരോഗമിച്ചു. ആ പുരോഗമനത്തിൻ്റെ ഫലമായി ഇന്ന് ഇലക്ട്രോണിക് മീഡിയയും സോഷ്യൽ മീഡിയയൊക്കെ വ്യാപകമായി വന്നിരിക്കുന്നു. അപ്പോൾ ഈ ട്രേഡ് ഫെയർ എന്ന് പറയുന്ന, ട്രേഡ് എക്സിബിഷൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ട്രേഡ് എക്സ്പോസിഷൻ എന്ന് പറയുന്ന ഈ വ്യാപാര മേളകൾ ഇന്ന് 1083 ഏക്കർ വേണ്ട, സ്റ്റാർ ഹോട്ടലുകൾ വേണ്ട, മൈതാനങ്ങൾ വേണ്ട. ഇത് നമുക്കറിയാം, ലോകത്തിലെ ഏറ്റവും വലിയ ചെറുകിട ശൃംഖലയായ വാൽമാർട്ട്, അവരാണ് ആദ്യമായി ഓൺലൈനിൽ കൂടെ ഈ വ്യാപാരമേള സംഘടിപ്പിച്ചത്. ആ വ്യാപാരമേള ഒരു വലിയ വിജയമായി മാറി. മാത്രമല്ല, അതിനുശേഷം ടിക്ടോക്ക് അവരെ ഒരു ലൈഫ് സ്റ്റൈൽ നടത്തുകയുണ്ടായി. അതും ഏറ്റവും വലിയ വിജയമായി മാറി. അപ്പോൾ ഓൺലൈൻ വ്യാപാരം തകൃതിയായി നടക്കുന്ന ഈ കാലത്ത്, പഴയ കാലത്തെ വ്യാപാരികൾക്കുണ്ടായിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ, കൂടുതൽ ജനങ്ങളെ ഇത്തരം മേളകൾ നടത്തി അവരെ ആകർഷിക്കാനും, അതിലൂടെ വിജ്ഞാനവും വിനോദവും വിപണനവും നടത്തി അതിലൂടെ ഒരു പ്രദേശത്തിൻ്റെ മുഴുവൻ ജനശ്രദ്ധ പിടിച്ചു പറ്റുവാനുമാണ് ഇപ്പോൾ ഇത്തരം വ്യാപാരമേളകൾ നടത്തുന്നത്. ഒരു രാജ്യം നടത്തുന്ന വ്യാപാരമേള എന്ന് പറയുമ്പോൾ ആ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലെയും ഉൽപ്പന്നങ്ങൾ അവിടെ വരുന്നു. ലോകത്ത് നടക്കുന്ന വ്യാപാരമേളകളിൽ ഇതെനിക്ക് തരുമോ? ചില ബന്ധങ്ങൾ പവിത്രമാണ്. കണ്ണും നിറയും മനസ്സും നിറയും. സ്വന്തം ജോസ്കോ ജ്വല്ലേഴ്സ്. ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ.